ഹലോ, ചാരായം കുടിച്ച് സത്തെന്നോ? മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് തരൂ. ഹലോ, യെസ് സാർ, ട്രങ്കോളാണ്, വടകരയിൽ നിന്ന്. അതെ, അന്വേഷിക്കുന്നുണ്ട്. മരിച്ചവരുടെ എണ്ണം അറിഞ്ഞുകൂടാ. ഒന്ന് എണീറ്റേ. ഇത് കണ്ടോ? എന്റെ പൊന്നു ചേട്ടൻ പോയി. എനിക്ക് ആരുണ്ടോ? എന്റെ പൊന്നു ചേട്ടാ. സാർ, അകത്തുനിന്ന് സാക്ഷിയിട്ടിരിക്കുന്നു. ഇവിടെ ആർക്കും ഇയാൾ എവിടുത്തെയാണെന്ന് അറിയില്ല സാർ. ഇയാളുടെ പെട്ടിക്കകത്ത് നിന്ന് കിട്ടിയതാ. രാജഗോപാലവർമ്മ. ഇരുമയാണെന്നാലും മനമൊന്ന മരണം വരെയും നിങ്ങൾ പിരിയാതെ ആശ നിരാശകൾ ആജീവനാന്തവും പങ്കിട്ടു വാഴണം എന്നാളും. ആറ് പെൺകുട്ടികളുടെ ഇടയിൽ ഈ ഒരു ആൺകുഞ്ഞിനെ കൂടി ഞാൻ പോറ്റിക്കോളാം. നമ്മുടെ ഈ രാജ്യത്ത് തന്നെ എത്രയോ വിമാനാപകടങ്ങളുണ്ടായി. എന്നിട്ട് വിമാനത്തിൽ സഞ്ചരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. അതുപോലെ ചാരായം കഴിച്ച് കുറെ പേര് ചത്തെന്ന് കരുതി എന്റെ ഷാപ്പിൽ കച്ചവടത്തിന് ഒരു കുറവുമില്ല. മുതലാളി, പ്ലീസ് ഹോൾഡ് ഓൺ. ഏസ്പത്യം കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറ. ഓ, യെസ്. ആര് പറഞ്ഞു? ഇല്ല, ഞാൻ ഡൽഹിക്കൊന്നും പോയില്ല. ഞാൻ ആരെ പേടിക്കാൻ? ശരി ശരി, ഞാൻ വെക്കട്ടെ. എനിക്ക് ഒരു വിസിറ്റർ ഉണ്ട്. പെണ്ണൊന്നുമല്ല, ആണ് തന്നെ, ഒരു പോലീസുകാരൻ. ശരി,
മിസ്റ്റർ കരുണാകരൻ, ഞാൻ വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ്. ഓഹോ, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള മുൻകൂർ ജാമ്യം വായിച്ചു നോക്കണം. ഈ കോടതി ഉത്തരവിനെതിരായി നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യൂ? ഇല്ല. ഈ കേസിനോടനുബന്ധിച്ച് നിങ്ങളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തെന്നല്ലാതെ കുറ്റകൃത്യത്തിന് നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കരുതെന്ന് ഈ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല. മിസ്റ്റർ കരുണാകരൻ, 2000 ചില്ലുവാനും ജീവനൊടുക്കിയ ചാരായ കേസ് അന്വേഷിക്കാൻ ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയ സ്പെഷ്യൽ ഓഫീസറാണ് ഞാൻ. നിങ്ങൾ ആരായാലും എനിക്കെന്ത്? ചാരായം ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ, ഗവൺമെന്റ് സപ്ലൈ ചെയ്തതല്ലേ. അത് കഴിച്ച് ഇവിടുത്തെ ജനം മരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. വയലാറുകാരൻ ഒരു രാജഗോപാലവർമ്മയുടെ പേഴ്സണൽ ഡയറിയാണിത്. അയാൾ നിങ്ങളുടെ കള്ളമാറ്റ് കേന്ദ്രങ്ങളിൽ 6 മാസക്കാലം ജോലി ചെയ്തതിനുള്ള രേഖകൾ ഇതിലുണ്ട്. അങ്ങനെ ഒരു ജോലിക്കാരനെ എനിക്കില്ല. അയാൾ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ശമ്പളം വാങ്ങിയുള്ള തെളിവുകളും എന്റെ കയ്യിലുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപയോഗം കഴിഞ്ഞ് ലേലത്തിൽ വിറ്റ സമസൂക്ഷിക്കുന്ന സ്പിരിറ്റ് ഒരു കൃഷ്ണൻ വൈദ്യരിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചില്ലേ? അത് നിങ്ങൾ നാടൻ ചാറായത്തിൽ കലർത്തി വിറ്റുവെന്ന് തെളിയിക്കുന്ന പൊറഞ്ചുവിന്റെ മരണമൊഴി ഞാനാണ് രേഖപ്പെടുത്തിയത്. അത് കഴിച്ചല്ലേ ഇത്രയും ജനങ്ങൾ മരണപ്പെട്ടത്? മുൻകൂർ ജാമ്യം കൊണ്ട് തൽക്കാലം എന്റെ പിടിയിൽ നിന്നല്ലാതെ നിയമത്തിന്റെ പിടിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് തോന്നുന്നുണ്ടോ? സാർ, എന്നെ ചതിക്കരുത് സാർ, എന്നെ രക്ഷിക്കണം സാർ, എന്നെ രക്ഷിക്കണം സാർ. ഇതെത്രയുണ്ട്? 2 ലക്ഷം. 2000 ചില്ലുവാനും ജീവന്റെ വില. രൂപ ഇനിയും? മിസ്റ്റർ കരുണാകരൻ, ഈ നോട്ടുകൾ തിരിച്ചെടുത്ത് വെക്കൂ. അത് എടുത്തു വെക്കേ. വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? നിങ്ങൾ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ കരുണാകരന്റെ പേര് കാണുന്നല്ലോ. എന്റെ അന്വേഷണത്തിൽ അയാൾ കുറ്റക്കാരനല്ല. വാട്ട് യു മീൻ? അപ്പോൾ പൊറിഞ്ചുവിന്റെ മരണമൊഴിയോ? അത് ഞാനാണ് റെക്കോർഡ് ചെയ്തത്. ആ മരണമൊഴിയിൽ പൊറിഞ്ചു കരുണാകരനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. യു ആർ ലൈയിങ്. സത്യം മറച്ചു വെക്കുന്നു. ഇതെന്ത് ന്യായം? കരുണാകരൻ ലക്ഷപ്രഭുവാണ്, അത് എന്നെ ന്യായം. സത്യവും നീതിയും രക്ഷിക്കാൻ ജീവൻ പോലും പണയപ്പെടുത്തി ജോലി ചെയ്തവനാണ് ഞാൻ. എന്നിട്ട് എനിക്ക് കിട്ടിയ പ്രതിഫലം നിങ്ങളടക്കമുള്ള മേലുദ്യോഗസ്ഥന്മാരിന് ശകാരവും ശിക്ഷയും മാത്രമായിരുന്നു. ഞാൻ അറസ്റ്റ് ചെയ്ത പ്രതിയെ ലോക്കപ്പിൽ കയറ്റുന്നതിന് മുമ്പ് തന്നെ ഇറക്കിവിടാൻ ഉത്തരവിടുമെങ്കിൽ ഞാനെന്തിന് കഷ്ടപ്പെടാം സാർ? കരുണാകരനെ പോലുള്ള ലക്ഷാധിപതിയെ ഞാനെന്തിന് പിടക്കണം? അപ്പോൾ കരുണാകരൻ നിങ്ങൾക്ക് എത്ര രൂപ കൈക്കൂലി തന്നു? രൂപയായി വാങ്ങാൻ ഞാൻ അത്ര മടയനല്ല. കൂർക്കിൽ 50 ഏക്കർ വരുന്ന ഒരു കോഫി എസ്റ്റേറ്റ്, ഞാൻ ഇന്ന് അതിന്റെ ഉടമയാണ്. എന്റെ പേരിലല്ല വാങ്ങിയത്, എന്റെ ഭാര്യയുടെ അച്ഛന്റെ പേർക്ക് കരുണാകരൻ എഴുതി കൊടുത്തു. അലക്സാണ്ടർ, ഐ നെവർ എക്സ്പെക്ടഡ് ദിസ് ഫ്രം യു. അതിന് കാരണക്കാരൻ സാറാണ്. ഒന്നുകിൽ മനസാക്ഷിയെ പോക്കറ്റിട്ട് ജോലി തുടരുക, അല്ലെങ്കിൽ യൂണിഫോം അടിച്ചു വെക്കുക എന്ന് സാറല്ലേ എന്നെ ഉപദേശിച്ചത്. പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഞാൻ IPS പാസ്സായത്. അത് വലിച്ചെറിഞ്ഞ് ജോലിയില്ലാതെ അലയാൻ എനിക്ക് പ്രയാസമുണ്ട്. ഇവിടെ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്റെ മനസാക്ഷി പോക്കറ്റിലിട്ടു.